ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് ഒരു M4 കണ്ണാട്ടാ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാം. അപ്പോൾ തോക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കണം. എന്നിട്ട് മുറിച്ചെടുക്കുക. അതിങ്ങനെ രണ്ടെണ്ണം വേണം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പീസ് തന്നെ നടുക്ക് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ ഒരു ഹോൾ ഇടണം. എന്നിട്ട് ഇങ്ങനത്തെ നമ്മൾ ട്രിഗർ ഉണ്ടാക്കി എടുത്തിട്ട് കേട്ടോ. ഇങ്ങനത്തെ ഷേപ്പ് തന്നെ ഉണ്ടാക്കാൻ. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ആ ടൂത്ത് പിക്ക് കുത്തിച്ചിട്ട് മറ്റേ ഭാഗം വെച്ച് അടച്ച് വെക്കാം. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ചേട്ടാ ഇങ്ങനെ ചുറ്റും ഒട്ടിച്ചെടുക്കാം. ഇത് ട്രിഗറിൻ്റെ ഇതിങ്ങനെ ആവണം കേട്ടോ. അതിൻ്റെ രണ്ട് റോളാണ് പേപ്പറിൻ്റെ. ഓരോ ഇതിൽ കയറാൻ പാകത്തിന്. എന്നിട്ട് ആ ചെറിയ റോളിൻ്റെ ബാക്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കാർബണിൻ്റെ പീസ് നീളത്തിൽ മുറിച്ചത് ഇങ്ങനെ അവിടെ വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ വലിയ റോള് നമ്മൾ നേരെ എടുത്തത് ഇവിടെ അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ ചെറിയ റോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് റബ്ബർ ബാൻഡിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നേരെ ഇരിക്കണം. ഇതിങ്ങനെ നമ്മുടെ കൈ ഇവിടെ വെച്ചിട്ട് ഇതൊടിച്ച് ഇതിങ്ങനെയാണ്. അപ്പോൾ ഇവിടെ തടഞ്ഞിരിക്കും. എന്നിട്ട് നമ്മുടെ കൈ എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് പോവും. ഇങ്ങനെയാണ് സാധനം വർക്ക് ചെയ്യണേ. ഇനി എൻ്റെ മോൾ ഭാഗം അടച്ചെടുക്കാം. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ സാധനം എടുത്തിട്ട് ഇവിടെ വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു പീസ് വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അടുത്ത് നമ്മൾ നേരെ തോക്കിൻ്റെ ബാക്കിൽ ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ ആ ഫ്രണ്ടിലത്തെ റോളില്ല, ആ റോളും ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതിങ്ങനെ എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈന് വേണ്ടി കാർബണിൻ്റെ പീസ് തന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു റോളോട് വെച്ച് ഒട്ടിച്ചെടുക്കുക. കുറച്ച് നീളത്തിന് വേണ്ടിയാണത്. എന്നിട്ട് അതിൻ്റെ ബുള്ളറ്റ് ഒക്കെ സംഭവമില്ല, ആ സംഭവം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സ്കോപ്പ് കൂടി വെച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ തോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് കേട്ടോ. ഇത് വലിച്ചിങ്ങനെ റീലോഡ് ചെയ്യാം. കേട്ടോ, ഇങ്ങനെയാണ് വർക്ക് ചെയ്യണേ. ഇതിൻ്റെ ബുള്ളറ്റിൻ്റെ പേപ്പറിൻ്റെ റോൾ അതിന് മുറിച്ച് പീസുകളൊക്കെ എടുത്തുന്ന കേട്ടോ. ആ ബുള്ളറ്റ് ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതൊരു വെടി ചെയ്യാം. അപ്പോൾ സംഭവം വെടിയിലായിട്ട് പോട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എടുത്തിരിക്കണം.